ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് മേഘശ്യാമളവർണ്ണൻ്റെ മുമ്പിൽ സമർപ്പിച്ച അക്ഷരപുഷ്പാഞ്ജലി. ഈ ശ്ലോകമാല്യം നാരായണീയം. അതിനെ നാരായണീയ മധുരമായി നാം ആസ്വദിക്കുന്നു. ഇന്ന് 142 ദിവസം. ഇവിടെ ശ്രീമന്നാരായണീയം 14 ദശകത്തിൽ 4 ശ്ലോകം. അതാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുകയും അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയം എന്ന അതിൻ്റെ പരിഭാഷ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുകയും ചെയ്യാം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദയിതാം നവാപി പുത്രീം കപിലഞ്ച സുതം സ്വമേവ പശ്ചാൽ സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവപുത്രീം അപി സ്വമേവ കപിലം സുതം ച പശ്ചാൽ സ്വഗതിം ച അപി അനുഗൃഹ്യ നിർഗത
അഭൂ എന്ന് പറയുന്നു. ഇവിടെ 10,000 വർഷം തപസ് ചെയ്ത കർദമന്റെ മുമ്പിൽ ഭഗവാൻ അതിസുന്ദരമായ രൂപഭാവത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. സ്തുവതേ പുളകാവൃതായ തസ്മൈ, സ്തുതിക്കുന്നവനും അതേപോലെ തന്നെ പുളകാവൃതനായ ആനന്ദപുളകം കൊള്ളുന്നവനുമായിരിക്കുന്ന കർദമന് തസ്മൈ. മനുപുത്രിം ദയിതാം, മനുവിന്റെ മകളായ ദേവഹൂതിയെ പത്നിയായും ദയിതാം. നവപുത്രീ അപി സ്വമേവ കപിലം സുതം ച, അവളിൽ 9 പുത്രിമാരെയും അതേപോലെ തന്നെ അവിടുന്ന് തന്നെ സ്വമേവ കപിലം സുതം ച, കപിലൻ എന്ന പുത്രനായും പശ്ചാത് സ്വഗതിം ച അപി, ഒടുവിൽ മോക്ഷത്തെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹ്യ നിർഗത അഭു, അവിടുന്ന് ഭഗവാൻ നിർഗമിച്ചു, അവിടുന്ന് മറയുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ മനുപുത്രിയായ ദേവഹൂതിയെ വിവാഹം ചെയ്തു. 9 പുത്രിമാരുണ്ടായി. ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്ന 24-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് പറയാം. മരീചയെ കലാംപ്രാദാത് അനസൂയാം അധാത്രയെ ശ്രദ്ധാം അങ്കിരസേച്ഛൽ പുലസ്ത്യായ ഹവിർഭുവം പുലഹായ ഗതിം യുക്താം കൃതവേച ക്രിയാം സതിം ഖ്യാതിഞ്ച ഭൃഗവേച്ഛൽ വസിഷ്ഠായാപ്യരുന്ധതിം അഥർവണേ ദദാച്ഛാന്തിം. ഇങ്ങനെയാണ്. അപ്പോ മരീചിക്ക് കലയെ, അത്രിക്ക് അനസൂയയെ, അങ്കിരസിന് ശ്രദ്ധയെ, പുലസ്ത്യന് ഹവിർഭുവിനെ, പുലഹന് ഗതിയെ, കൃതുവിന് ക്രിയയെ, ഭൃഗുവിന് ഖ്യാതിയെ, വസിഷ്ഠന് അരുന്ധതിയെ, അഥർവാവിന് ശാന്തിയെ, ഇങ്ങനെ 9 പേരെയും വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ 9 പുത്രിമാരും 10ാമനായി ഭഗവാൻ താൻ തന്നെ പിറക്കും, അവസാനം എന്നിലേക്ക് തന്നെ ലയിക്കും, ആ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തത് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. തുടർന്ന് ശ്രീഹരിയം. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രിം ദയിതാം നവാപി പുത്രീ കപിലഞ്ച സുതം സ്വമേവ പശ്ചാൽ സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂ. ഇനി നമുക്ക് ഇതിൻ്റെ മലയാള പരിഭാഷയായിരിക്കുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കാം. നാരായണ 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 കപിലമൂർത്തേ. സ്തുതി ചെയ്തു കർദമനും വരം നൽകി ഭഗവാനും ദേവഹൂതി കർദമനു പ്രിയതമയായി 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭവാൻ കപിലനെന്ന പുത്രനായി അവതരിച്ചു. നാരായണ 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 കപിലമൂർത്തേ. നാരായണ നാരായണ പാവനകീർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.